പൊള്ളുന്നു. ഒന്നും ചോദിച്ചില്ല, മാങ്ങ ആണോന്നേ ചോദിച്ചുള്ളൂ. അതിനുമ്പ് സ്റ്റിക്കും കുത്തി മസാല ഇട്ടിങ് തന്നു. കുഞ്ഞു 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 നെത്തോലി മീനുകൾ. സാധാരണ ചോദിക്കാൻ എനിക്ക് വിഷമം ഉണ്ടോ? എങ്ങനെ ഉണ്ടായിരുന്നേ മുത്തുമണീസ്? ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇത് നമ്മുടെ തായ്ലാൻഡിലെ ഫസ്റ്റ് ഡേ ആണ്. ഇപ്പം സമയം 6 മണിയായിട്ടുണ്ട് കേട്ടോ. നല്ല വെളുത്ത് വരുന്നു. ഇതേ അവിടെ അമ്പലമൊക്കെ എനിക്ക് കാണാൻ, വിളക്കൊക്കെ കത്തിച്ചേക്കുന്ന കാണാം. പിന്നെ ഇതേ പൂള്, പൊന്നൂസിനെ 3 കുട്ടൻ പൂളി ചാടണം എന്ന് പറഞ്ഞുകൊണ്ട് കിടന്ന് ബഹളമല്ലായിരുന്നു. ഇന്നലെ രാത്രി ഒരു 3 മണിയായി ഞങ്ങളൊക്കെ ഉറങ്ങിയപ്പം. ഫോണൊക്കെ ചാർജൊക്കെ കുത്തിയിട്ട് ഇന്നലെ മൊത്തം യാത്രയായിരുന്നല്ലോ. നമ്മളവിടെ 10 മണിക്ക് 10:30 ഫ്ലൈറ്റ് കയറി, പിന്നെ അടുത്തടുത്ത് വന്ന് അവിടെ നിന്ന് ഫ്ലൈറ്റ് കയറി. അങ്ങനെ ഫുള്ളും ഇന്നലെ ഒരു ദിവസം യാത്രയായിരുന്നു. അപ്പം അതിൻ്റെ ഞാൻ ഫ്ലൈറ്റ് ഇരുന്ന് മുതൽ ഉറങ്ങിയാണ് സമയം കളഞ്ഞത്. ഒരുപാട് യാത്രയും നമുക്ക് മുഷിപ്പുണ്ടാകും. അപ്പം ഇന്ന് നമ്മൾ എവിടെയാണേ പോകുന്നത്? ഇന്ന് നമ്മൾ ഐസ്ലാൻഡിലോട്ടാണ് പോകുന്നത്. അപ്പം രാവിലെ 7 മണിക്ക് പിന്നെ ഒരുങ്ങി റെഡിയായി താഴെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് 7:30 ആകുമ്പോൾ നമ്മൾ പിക്ക് ചെയ്യാനുള്ള വണ്ടിയൊക്കെ വരും. അപ്പം അപ്പോഴത്തേക്ക് സെറ്റായി ഇരിക്കണം. അതുകൊണ്ട് അതാണ് അമ്പലം മുത്തുമണീസ്. ഇവിടെ നിന്നുള്ള വ്യൂ ആണ്. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. എന്താണ്ട് പുന്നൂസിന് 3 കുട്ടനെ പൂള് ഞാൻ ഇന്നലെ രാത്രി കാണിച്ചത്. നല്ല ഇത് ഹൈറ്റ് ഉണ്ട്. അപ്പുറത്ത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് ഹൈറ്റ് കുറവുള്ളതാണ് കേട്ടോ. പകൽ വെട്ടത്തിൽ കാണാൻ കൊള്ളാം. ഇനി ആ സൈഡിലോട്ടും ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ എല്ല് പോലെയാണ്. അതെ, നല്ല വൃത്തിയുണ്ട്, കൊള്ളാം. ഇന്നലെ മുന്നിന് ഉറങ്ങിയതേ സ്വിമ്മിംഗ് പൂള്. ഞാൻ പറഞ്ഞ എന്തിനു മുന്നിട്ട് നമ്മൾ ഇവിടെ വന്നത് സ്വിമ്മിംഗ് പൂള് കുളിക്കാനാണ്. എന്നാൽ പിന്നെ നിന്നെ ഹാപ്പി ലാൻഡിൽ കൊണ്ടുപോയി കുളിപ്പിക്കുമായിരുന്നല്ലോ എന്ന്. അവനെ ചാടിയാ മതി. അപ്പം അതെ, ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാനുള്ള ആണ്. രണ്ടുപേരും നല്ല ഉറക്കമാണ്. അപ്പോൾ ഇതേ ഞാൻ എൻ്റെ ഡ്രസ്സ് ഇടാനുള്ളത് 3 കുട്ടൻ്റെ ടീഷർട്ടും നിക്കറും പൊന്നൂൻ്റെ പാൻറ്റും ടീഷർട്ടും എല്ലാം എടുത്ത് വെച്ചു. അണ്ണൻ്റെയും കൂടി ഇങ്ങനെ എടുത്ത് വെക്കണേ. പക്ഷെ പുറത്ത് നല്ല ചൂടില്ലയോ? ഈ കഥ പറഞ്ഞാൽ ഭയങ്കര ചൂട്. പിന്നെ ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം മുത്തുമണീസ്. ഞാൻ റെഡിയായി മുത്തുമണീസ്. അപ്പോൾ മോൻകുട്ടൻ മോനുട്ടനെ കാണിച്ചു കൊടുക്കട്ടെ. മോനുട്ടൻ്റെ മുഖം വല്ലാതിരിക്കുന്നു. അതുപോലെ വാങ്ങിച്ച കണ്ണാടി മോനുട്ടൻ ചേരുന്നില്ല. പക്ഷെ ഞാൻ എക്സ്ട്രാ വേറെ 2 എണ്ണ ഇവൻ്റെ എടുത്തോണ്ട് വന്ന്. പക്ഷെ അവന് അത് വേണ്ട, ഇത് പുതിയതായിട്ട് വാങ്ങിച്ചോട്ട് അത് വെക്കുക. ഞാൻ വളരെ സീരിയസ് ആയിട്ട് വലിയ വലിയ കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ ഞാൻ പോലും അറിഞ്ഞില്ല മുത്തുമണീസ് എൻ്റെ മൈക്ക് അങ്ങ് ചാർജ് പോയി കേട്ടോ. പിന്നെ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഇത് കേൾക്കുന്നത്. അയ്യോ, സൗണ്ട് ഇല്ലല്ലോ എന്ന്. അപ്പം അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ കോഡ് സെറ്റ് കൊള്ളാവും മുത്തുമണീസ്. ജീൻസിൻ്റെ ആണേ, ഒരു ബ്ലാക്ക്, ഒരു അഴുക്കായ കളർ പോലെ ഇരിക്കുന്നത്. എന്താ ചെയ്യാനാ? രാവിലെ അവിടെ പൂങ്കോഴിയുണ്ട് മുത്തുമണീസ്. അതിൻ്റെ കേൾക്കുന്ന കക്കരക്കോ അതുകൊണ്ട് കോഴി, അതിനകത്ത് കുഞ്ഞുങ്ങളുണ്ട്. അപ്പം അതിൻ്റെ കൊക്കരക്കോ കേട്ടോണ്ട് രാവിലെ എണീക്കുന്നത്. അതെ, ഹൈലാൻഡ് കോഴി. തെങ്ങ്, മാവ് ഇതൊക്കെ കണ്ടോണ്ട് എനിക്ക് നമ്മുടെ അവിടെ തന്നെ വീടാന്ന് അറിയത്തില്ല. പൂവൻ കോഴിയോ വീടായിരിക്കും മുത്തേ, ആയിരിക്കും. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സ്ഥലത്തെത്തി. സത്യം പറഞ്ഞാൽ എനിക്ക് കണ്ണ് കാണുന്നില്ല, ഇരുട്ട് പോലെ. പൊന്നൂനും കൊണ്ടുവന്ന കോഫി വേണോ? വേണ്ടല്ലോ. എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുത്തോ. അങ്ങനെ മതി 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 മതി. ഇനി ഇച്ചി പാല് ചേർത്താൽ മതി. മതി മതി മതി. ഷുഗർ വേണമെങ്കിൽ ആഡ് ചെയ്യേ. ഇതൊക്കെയുള്ള നമുക്ക് പറ്റിയത്. ബാക്കിയൊക്കെ നൂഡിൽസും പിന്നെ ചിക്കൻ പോലൊക്കെയുള്ള ഓരോ സംഭവങ്ങൾ കേട്ടോ കണ്ടിട്ട് നമ്മൾ കഴിക്കാത്തല്ലേ. സ്ഥലങ്ങളിൽ കഴിക്കാത്ത സാധനങ്ങൾ ചില സ്ഥലങ്ങളിൽ പോകുമ്പം ടേസ്റ്റ് ചെയ്ത് നോക്കും. പക്ഷെ നമ്മൾ കഴിക്കുന്നത് തന്നെ പിന്നെയും എടുക്കും. അങ്ങനെ ഉള്ളവർക്കുള്ള ഫുഡ് വേറെ ഉണ്ട് കേട്ടോ, അവരത് എടുക്കുന്നുണ്ട്. നമ്മൾ ഓംപ്ലേറ്റും ബട്ടറും പിന്നെ കോഫിയൊക്കെ എടുത്ത്
മോനോട്ടാ ആ ബ്രെഡ് എടുത്ത് കഴിഞ്ഞാണേ കേട്ടോ. നമ്മള് വണ്ടി കയറി കഴിഞ്ഞാൽ പിന്നെ കുറേ ഉച്ചയാവും കേട്ടോ പൊന്നോ. ഇടയ്ക്കൊന്നും ഫുഡില്ല. ആ ശരി ഒഴിക്കണോ? നമ്മുടെ നാട്ടിലെ സമയവും ഇവിടുത്തെ സമയവും തമ്മിലുള്ള വ്യത്യാസം 1.5 മണിക്കൂർ ഇവിടെ ഫാസ്റ്റാണ്, മുമ്പോട്ടാണ്. അപ്പം നമ്മളിപ്പോൾ 7:30 മണിയായപ്പോഴത്തേക്കും താഴെ വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. 2-3 ടാക്സി ആദ്യം വന്നു, പക്ഷേ അതിലൊന്നും നമ്മുടെ പേരില്ലായിരുന്നു. പിന്നെ വന്ന ഡ്രൈവർ നമ്മുടെ പേര് കാണിച്ചു. അങ്ങനെ ദേ ആ വണ്ടിയിൽ പോവുകയാണ്. വേറെയും 2-3-4 പേരുണ്ട്. ഞാനും മോനോട്ടമ്മനെ വീട്ടിൽ നമ്മുടെ കാറിലാണെങ്കിലും എവിടെ ആണെങ്കിലും എൻ്റെ മടിയിൽ ഒട്ടിയിരിക്കാം, ഒട്ടിക്കുട്ടനാണ്. പക്ഷെ ബാക്കിൽ സീറ്റുണ്ട് കേട്ടോ, എന്നാലും ഇങ്ങ് വന്നിരിക്കും. പൊന്നു കണ്ടി ഇവിടെ ഒറ്റയ്ക്കിരിക്കും. പൊന്നു കഴിച്ച കണ്ടുകൊണ്ട് നമ്മുടെ അവിടെ പോലെ തന്നെ കാടും ബഹളമൊക്കെ. സാധാരണ ഫ്രണ്ട് ഇരിക്കും കേട്ടോ. വേറെ മലയാളീസാരും വണ്ടിയിലില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ മലയാളീസായിട്ട്. ബാക്കിയൊക്കെ ഫോറിൻ ആൾക്കാരാണ്. ഇനി എവിടെയാന്ന് നോക്കട്ടെ. നല്ല ഉറക്കമായിരുന്നു ഞങ്ങളത്. നമ്മൾ ബോട്ടിങ്ങിന്റെ സ്ഥലത്ത് വന്നു കേട്ടോ. നല്ല വെയിലുണ്ട്. അപ്പോൾ ഇത് നമ്മളിവിടെ ഹോട്ടലിൻ്റെ പേരൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നെയിം ചെക്ക് ചെയ്യുവാണ്. ഇവിടെ ബോട്ടിങ്ങിന് വന്നേ നമ്മൾ ബോട്ടിൽ. ബോട്ടിങ് നല്ല ഭയങ്കര വെയിൽ ഉണ്ടോ പേര്? കൊള്ളാം. ചോളം തിന്നേ. എന്നിട്ട് പണ്ടേ നോക്കൂ. നമ്മള് ബോട്ടിൽ കയറാൻ പോവാണ് ഫ്രണ്ട്സ്. ഇല്ല, സൂക്ഷിച്ചു വരാം. എന്തായാലും വെയിൽ കൊള്ളാതിരിക്കും. ഭയങ്കര വെയിൽ കേട്ടോ, ഉള്ളിപ്പോകുന്നു. ആൻ്റെ ഇട്ടിരുന്ന ആളാ. എല്ലാവരും ഇവിടെ ഇത് ഇടുന്നെന്ന് പറഞ്ഞാൽ ഉടനെ പോയി ഷോർട്സ് ആക്കിക്കൊണ്ട് വന്ന്. ഇത് അണ്ണ എടുത്തു വെച്ചതല്ല, ഞാൻ എടുത്തു വെച്ചതാണ്. അതുകൊണ്ട് ഇപ്പൊ ഇടാൻ പറ്റി, പരിഷ്കരിക്കും. നമ്മുടെ ചെരു ഒരെണ്ണം തരുമോ? ബാ മോനോട്ടനെ ഇങ്ങി വാ. ഇന്ന മോറൂട്ടന്റെ അമ്മയുടെ ഒരെണ്ണത്തിട്. എന്നാ ചെരുപ്പ് എവിടെ 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 ഇരി. അപ്പൊ അങ്ങോട്ട് പോ. 4 പേർക്കുള്ള സീറ്റ് ഇല്ലേ? പിന്നെ അത്രയും വെയിലും കൊണ്ട് അവിടെ വെളിയിൽ പോയിരിക്കണ്ട. അവിടെ ലക്ഷദ്വീപ് നമ്മളധികമൊക്കെ ഇറങ്ങിയതാ. ചെരുപ്പെടുക്കാൻ മറക്കല്ല, അത്രേ ഉള്ളൂ. എന്റെ പുതിയ ചെരുപ്പാ. പൊന്നിസ് മുണ്ടന് വിട്ടിരുന്നു. ഇവിടെ ഒരാളും കൂടെ വരും കേട്ടോ. ഓരോരോ സീറ്റിലിരിക്കും. അപ്പൊ ഇതാണ് നമ്മള് എന്ത് പേര് പറഞ്ഞു? PP ഐലൻഡ്. നന്നായി. അങ്ങനെ നമ്മള് ഇവിടെ ഇങ്ങനെ 45 മിനിറ്റ് ആണ് അവർ പറയുന്നത്. ഇങ്ങനെ നിർത്തിയിടും മുത്തുമണീസ്. നല്ല ഫോട്ടോസും കാര്യമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടേ. കണ്ട അങ്ങനെ
ഈ ബാക്കിൽ ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ നിർത്തിയിടും. ഞാൻ കണ്ണാടി വെച്ചത് എന്ത് നന്നായി. കാരണം ഈ വെയിലത്തൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് കണ്ണ് കാണുന്നില്ല, നമ്മളിങ്ങനെ ചിമ്മി ഇരിക്കും. നല്ല വെയിലുണ്ട് കേട്ടോ, അല്ലെങ്കിലേ കാണുന്നില്ല. അപ്പോൾ കണ്ണാടി വെക്കുമ്പോൾ കുഴപ്പമില്ല, നമുക്ക് ആ കണ്ണിങ്ങനെ ചിമ്മുന്ന ഒരു പ്രശ്നം വരുന്നില്ല. അപ്പം എന്താടാ അണ്ണ ഒരു ഫോട്ടോ എടുത്തു കൊടുക്കണേ, അവിടെ ഫാമിലി ഫോട്ടോ എടുക്കണം. അപ്പം ചൂടുണ്ട്, പിന്നെ കാറ്റും ഉണ്ട്, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല നമുക്ക്. നമ്മൾ മലയാളികൾ പിന്നെ എവിടെ ചെന്നാലും ഷെയർ ഇടുമല്ലോ. അപ്പം ഞങ്ങൾ ഈ ഫാമിലിയായിട്ട് ഷെയർ ഇട്ടിട്ടാണ് ഇതിനകത്ത് കയറി ചെയ്തത്. അപ്പം നമ്മൾ വന്ന ബോട്ടിൽ അല്ലാത്ത വേറെ രാജ്യത്തുള്ള ആൾക്കാരൊക്കെ പലരും എമൗണ്ടിൻ്റെ കാര്യമൊക്കെ ആലോചിച്ച് ബോട്ടിൽ തന്നെ ഇരിക്കും. അപ്പം നമ്മളെല്ലാം 45 മിനിറ്റ് കഴിഞ്ഞിട്ട് ആ ബോട്ടിൽ ജോയിൻ ചെയ്യുന്നവരെ അവരൊക്കെ ആ ബോട്ടിൽ വെറുതെ ഇരിക്കണം. അതിനേക്കാളും നല്ലത് നമ്മൾ ഷെയർ ഇട്ട് ഇതിനകത്ത് വരുന്നതല്ലേ. അണ്ണ അന്നേരം എഴുന്നേറ്റ് ഇന്ന് ചോദിച്ചു ആരെങ്കിലും ഉണ്ടോ മലയാളികൾ. അപ്പോൾ മലയാളി ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഷെയർ ഇട്ട് നമ്മളിത് കയറി. നമ്മൾ മലയാളികൾ എവിടെ ചെന്നാലും അങ്ങനെയാണല്ലോ, നമ്മൾ സ്വന്തം കാര്യം നോക്കണം. അങ്ങനെ കൈമുക്ക് പൊന്നു കൈമുക്കാൻ പോകുന്നു. കൈ ഇടണ്ട കേട്ടോ പൊന്നു, കൈ ഇടാൻ നമ്മൾ കുറച്ച് അങ്ങോട്ട് ആവണ്ടേ. അപ്പൊ വേണ്ട. ബേബി ഷാർക്ക് ഉണ്ടോ? നമുക്ക് നോക്കാം. പക്ഷെ നമ്മൾ ഇങ്ങോട്ട് കുറെ ദൂരം വന്നപ്പോഴേ ലൈറ്റ് സ്കൈ ബ്ലൂ ആയിരുന്നു വെള്ളത്തിന്, പിന്നെ അത് മാറി ഡാർക്ക് സ്കൈ ബ്ലൂ ആയി. ചില സ്ഥലങ്ങളിൽ 2 കളർ വ്യത്യാസമുണ്ട് വെള്ളത്തിന് കേട്ടോ. നോട്ട പൊന്നു താഴെ വശം കാണാം കേട്ടോ, നോക്കിക്കോ. ആഴമില്ല, പാറയൊക്കെ ഉണ്ട്. നമ്മള് ലക്ഷദ്വീപിൽ പോയില്ലേ, അതേ കടല് കണ്ട പോലെ ദാണ്ട അടിയിൽ വെള്ള പാറയൊക്കെ ഉണ്ട് ഫ്രണ്ട്സ്. നിങ്ങൾക്ക് കാണാമോ ആവോ? മോനെ എനിക്ക് പേടിയാ, അന്നെ ഒന്ന് നനച്ചോട് പെതിക്ക്, പിടിച്ച് നനച്ചോട്. അത് മതി. പൊള്ളുന്നു അവൻ പതുക്കെ പതുക്കെ. കൈവക്കി മോനോട്ടിനും തൊട്ടോ. വെരി ഗുഡ്. അത് നമുക്ക് തോന്നും അത് ആഴമില്ലെന്ന്, പക്ഷെ അന്ന് നമ്മൾ ഇറങ്ങി നോക്കുമ്പോ ആഴം ഉണ്ട് ഇവിടെ ശരിക്കും. നല്ല ആഴമുണ്ട് ഇവിടെ. അണ്ടേ മുത്തുമണി, നമ്മൾ ടാങ്ക് നിറച്ച ഒരു ബ്രിഡ്ജിലൂടെ നടക്കുകയാണ്. മക്കളെ വീടല്ലേ, അമ്മക്ക് എന്തായാലും നീന്താൻ അറിയത്തില്ല. അടിപൊളി, കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ, കാണാൻ ഭയങ്കര രസമുണ്ട്. കൊള്ളാം സംഭവം. മാറിയിരിക്കണേ, ഓരോരുത്തരും മറ്റേ സ്വിമ്മിങ് പൂളിൽ ഇറങ്ങുന്ന കമ്പിയൊക്കെ കൊണ്ടുവന്ന് ദാണ്ടേ ഇനി കാണിക്കാം. അത് ഇങ്ങനെ വെച്ചിട്ട് അവരിറങ്ങുന്നത്. ഈ പാലത്തിന്റെ ഇത് കണ്ടോ, സിമെന്റ് കൊണ്ടിട്ടുള്ള ഇത് വെച്ചിട്ടുണ്ട്, അതിനകത്തോട്ട് ഈ കയറിട്ട് അതിന്റെ ഒക്കെ ബലം കൊടുത്തേക്കുന്നത്. അങ്ങനെ പോത്തില്ല മക്കളെ, അത്രയും ഇതായിട്ട് അവിടെ ഇവിടെ ഒക്കെ ഇട്ടിട്ടുണ്ടായിരിക്കാം സ്ലാവ്. ഇന്ന് നമ്മളൊരു 3 ഐലൻഡിലുണ്ട്. ഇത് സെക്കൻഡ് ഐലൻഡാണ് മുത്തുമണീസ്. പിന്നെ എല്ലായിടത്തും ബീച്ചും കാര്യങ്ങളൊക്കെയാണ്, പിന്നെ ഓരോ റൈഡുകളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഒരു മോയാബൈ ഞങ്ങളുടെ പേരെന്നെണ്ണം പറയുന്നു. ഒരു ഐലൻഡിൽ ഉള്ള റൈഡ് വേറൊരു ഐലൻഡിൽ കാണില്ല, അങ്ങനെയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അത് ഒരു ഡിഫറെൻ്റ് ആയിട്ട് തോന്നും. കാരണം നമ്മൾ ഒരിടത്ത് പോയി ഒരു റൈഡിൽ കയറിയാൽ അത് മറ്റേ ഐലൻഡിൽ കാണൂല. ഒരിടമായിരിക്കും പെർമിഷൻ കൊടുക്കുന്നതെന്നാണ് അണ്ണം പറഞ്ഞത്. പിന്നെ ഇവിടെ കാണാനൊക്കെ ഒരു രസമുണ്ട്, കണ്ണുകൊണ്ട് കാണാൻ നല്ല രസമാണ് എല്ലാ സ്ഥലങ്ങളും. ഇവിടുത്തെ ബീച്ചായാലും ഐലൻഡായാലും ദ്വീപുകളായാലും എല്ലാം കണ്ണുകൊണ്ട് കാണുമ്പോൾ അത്രമാത്രം സൗന്ദര്യമുള്ള പോലെ തോന്നുന്നുണ്ട്. പിന്നെ ആ കടലിൻ്റെ കളറ് കാണുമ്പോൾ തന്നെ പ്രത്യേക ഒരു രസമാണല്ലോ. അവർ വിളിക്കുന്നു. മൈക്കൂരി മുത്തുമണീസ്. അങ്ങനെ നമ്മള് പേരെന്നറിയാത്ത ഏതോ ഒരു ബീച്ചിൽ വന്നു കേട്ടോ.
അപ്പൊ സ്കൂബ ഡൈവിംഗ് ഒക്കെ ചെയ്യാനുള്ള ആൾക്കാരുണ്ടായിരുന്നു. അതെ, ഇനി യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കണം. അപ്പൊ സ്കൂബ ചെയ്യാനുള്ള ആൾക്കാരെ കൊണ്ടുപോയി ഞങ്ങളുടെ വാലൻസുള്ളവരെ ഇവിടെ ഇറക്കി. നമ്മൾ ലക്ഷദ്വീപിൽ പോയപ്പോൾ ചെയ്തതായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് വേണ്ടാന്ന് വെച്ചത്. അപ്പൊ അതെ പൊന്നൂസും മോണ്ടനും ബീച്ചിൽ കളിക്കുന്നു. ഇവിടെ എവിടെയെങ്കിലും കടയൊക്കെ ഉണ്ടോ നോക്കട്ടെ. ദേഹം മൊത്തം നനയ്ക്കണ്ട, കാരണം ലഞ്ചൊക്കെ കഴിക്കാൻ പോകുമ്പോ ഈ ഡ്രസ്സല്ലേ ഉള്ളൂ. സ്വിമ്മിങ് ഡ്രസ്സും കാറിലായി, ബോട്ടിലായി പോയി. കുഴപ്പമില്ല, നനച്ചോ, ഫുള്ളും നനയ്ക്കണ്ട. ആ ഹോട്ടലിലെ സ്വിമ്മിങ് പൂളിൽ നല്ലപോലെ കുളിക്കാം. ഇപ്പൊ ജസ്റ്റ് കളിച്ചോ. ഇറങ്ങുവാന്നോ, നനയ്ക്കുവാന്നോ ഫോണൊക്കെ? ആദ്യം എനിക്ക് വാഷ്റൂമിലൊന്നും പോകണം, അത് കഴിഞ്ഞിട്ടാണ് വന്ന് ഇറങ്ങിക്കും. നാണ്ട മുത്തുമണീസ് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഈ ഒരു കസേരയ്ക്ക് കിടക്കാൻ 100 രൂപ നമ്മൾ കൊടുക്കണം. 100 രൂപ റെന്റിന്. അതെ, പിന്നെ നമ്മുടെ അവിടത്തെ പൈസയായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട്. ഐസ്ക്രീമിന് എത്ര രൂപയായിരുന്നെ? ആ, ഇവിടുത്തെ 100 രൂപ, അവിടുത്തെ 300. അണ്ണൻ പറയാം 150 രൂപയുടെ ഐസ്ക്രീം മോണ്ടനും മോന്നൂസും വേണമെന്ന് പറയുമ്പോൾ അണ്ണ അവിടുത്തെ നാട്ടിലെ വില നോക്കുമ്പോൾ 400 രൂപയെന്ന്. അതെ, രാത്രി എത്രയും. അതുപോലെ നമുക്ക് കുറച്ച് ദിവസങ്ങളും കൂടെ ഉണ്ടല്ലോ, നമ്മള് മാറിക്കൊണ്ടുവന്ന പൈസ നമ്മുടെ ഇരിക്കണമല്ലോ. പാർക്കിലും ഓരോടത്തൊക്കെ കയറുമ്പോൾ നമ്മള് എൻട്രി ഫീസ് മാത്രമേ ഉള്ളൂ, ഓരോന്നിനും കയറുന്നതിന് നമ്മൾ കൊടുക്കണം. അതിലൊക്കെ കയറണ്ടേ. തായ്ലാന്റ് ബാത്ത് 1000, അതൊക്കെ എന്ന് പറഞ്ഞാൽ എത്ര? 1000 രൂപ ചെലവ് കൂടും. അതെ, വേണ്ടി പിടിച്ചു വെച്ചതാ. അണ്ണേ എവിടെ അണ്ണേ വാഷ്റൂം? എവിടെ വാഷ്റൂം? ഇപ്പം നമ്മളിത് ഇവിടെയുള്ളൊരു സൂപ്പർ മാർക്കറ്റിലോട്ട് കയറി മുത്തുമണി പൊന്നൂസും കൊണ്ട് ബീച്ചിൽ കുളിക്കാം കേട്ടോ. അപ്പം ഇവിടെ എല്ലാം വില എഴുതി വെച്ചിട്ട് 37 ബാത്ത്, 35 ബാത്ത്. കാരണം നമ്മളല്ലാത്തുള്ള ആൾക്കാർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് വില എഴുതി വെച്ചേക്കുന്നത്. എല്ലാം നല്ല വില കേട്ടോ. 55 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ എത്ര? 3 ഇരട്ടി. 55ന്റെ 3 ഇരട്ടിയാണ്, 165 രൂപയാണ് ഈ ബിസ്ക്കറ്റിന് കേട്ടോ. അങ്ങനെ നമ്മൾ കണക്ക് കൂട്ടുന്നത്. ഭയങ്കര വിലയാണ് എല്ലാത്തിനും. അതൊന്നും വേണ്ട, എനിക്കതൊന്നും വേണ്ട. എനിക്ക് വന്നില്ലേ, ഏതെങ്കിലും ഒരെണ്ണം എടുക്കാം. മോശമല്ലേ, ഇതണക്കേടല്ലേ. എന്തേലും ഇടറി. പൊന്നൂസിന് മോണ്ടന് ഈ എരിയുള്ള മാഗി വേണമെന്ന് പറഞ്ഞാൽ പോകുമ്പോൾ മേടിച്ചോണ്ട് പോണേ നമുക്ക്. മുൻകൂട്ടി എഴുതി വെക്കുക. നമ്മുടെ അവിടുത്തെ റൈസും ചിപ്സും ഒന്നും അല്ല, അതൊക്കെ വേറെ. 30 ബാത്ത്. അയ്യോ, നമ്മൾ താമസിക്കുന്ന ഹോട്ടലിന്റെ അടുത്തൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് കേട്ടോ. വലിയ കുഴപ്പമില്ല. അപ്പം നമ്മൾ പോകുന്നതിന് മുമ്പ് അവിടെ ഒന്ന് പോയി ഒന്ന് ഫുഡ് കഴിച്ചിട്ട് വലിയ റേറ്റ് ഒന്നും ഇല്ല. അപ്പം അവിടെ പോയൊന്ന് നമുക്ക് പോകുന്നതിൻ്റെ തലേ ദിവസം ഒന്ന് ഷോപ്പ് ചെയ്തിട്ട് പോകണമെന്ന് വിചാരിക്കും. പൊന്നൂസും മോണ്ടന് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കണം. മാങ്ങ, തണ്ണിമത്തങ്ങ, അങ്ങനെ ഈ ഒരു കിറ്റിന് 40 ബാത്ത്. പാഷൻ ഫ്രൂട്ട് അങ്ങനെയുള്ള സാധനം. ഇത് ഇത്ര ആയിരിക്കും. ഒന്ന് എടുത്ത് നോക്ക്, തോറ. ആണ്ട് ആ അച്ഛ എടുത്തോണ്ട് പോയല്ലോ. ഇത് മാങ്ങയായിരിക്കും. എന്ത് പറഞ്ഞ പോലെ മാങ്ങ ആണോ? നമ്മുടെ നാട്ടിൽ മാങ്ങയാണോ ചോദിക്കട്ടെ? ഒന്നും ചോദിച്ചില്ല. മാങ്ങ ആണോന്നേ ചോദിച്ചുള്ളൂ. അതിനുമ്പ് സ്റ്റിക്കും കുത്തി മസാല ഇട്ടിങ്ങ് തന്നു. എനിക്ക് വായിക്കാം. ഞാൻ പിന്നെ എനിക്ക് മാങ്ങ ആണോ ചോദിക്കാനല്ലേ അറിയൂ. പിന്നെ അല്ലാതെ ഇത് ആ കളർ കണ്ടോ? കളർ പോലെ അല്ല കേട്ടോ, നല്ല മധുരം, ഭയങ്കര മധുരം കേട്ടോ. നല്ല മധുരമുള്ള സാധനം. ഞാൻ വിചാരിച്ചു ഈ കവർ കണ്ടപ്പോൾ സത്യം മാങ്ങ അല്ലേ, പെയിന്റ് അടിച്ച് വെച്ചേക്കുന്ന പോലെ. നല്ല മധുരം, അടിപൊളി. ഓടി വാ, മതി കളിച്ചത്. സ്റ്റിക്ക് താണ്ട ദാണ്ട്, ഇത് ഇവിടുത്തെ വെറൈറ്റി മാങ്ങയാ. കഴിച്ചു നോക്ക്. കണ്ട, ഡ്രസ് നനയ്ക്കല്ലെന്ന് പറഞ്ഞിട്ട് നനച്ച് അത് ഒന്ന് കഴിച്ചു നോക്ക്. നല്ല മാങ്ങ, അടിപൊളി. അതോ ഇതെന്തുവാ? അത് മാങ്ങയുടെ ഇത്. നീ ഇത് മണ്ണി തട്ടി ഇടാതെ മോനൂട്ടാ. നീ വെപ്രാളം കൊണ്ട് അങ്ങനെ കൊടവന് സ്റ്റോപ്പ് സ്റ്റിക്ക്. മാങ്ങ തറയിൽ പോവും കുഞ്ഞേ. ആ, നിങ്ങൾ കളിച്ചോ, അത്തേ അമ്മ ഇവിടെ നിന്ന് കണ്ടോണ്ടിരിക്കാം. അത് മതി.
അതൊന്നും ഇല്ല, അവരത് തന്നിട്ട് പോകും. അത് അവരുടെ ലൈഫ് ജാക്കറ്റ് അല്ലയോ. ഇപ്പൊ ബോട്ട് വരും. മതി കളിച്ചത്, എന്നാ ഇച്ചിരി നേരം കൂടെ കളിച്ചോ. ഫുഡ് കഴിക്കാൻ പോവാണ് മുത്തുമണി. എന്താ ഉണ്ടെന്ന് പ്ലേറ്റ് ഇട്. മൂന്നൂട്ടണോ? അല്ല, അവർക്ക് ഇഷ്ടമുള്ള എടുത്തോളൂ. ഉണ്ടായി നീ എടുത്തു കൊടുത്താ മോളുടെ മാവിന് ഇഷ്ടമുള്ള. എനിക്ക് ഇച്ചിരി റൈസ്. മതി 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 മതി. പൊന്നുന് റൈസ് വേണോടി? അവരെടുത്തോളൂ. അണ്ണൻ പൊക്കോ. എനിക്ക് മതി. മോനോട്ട് എന്തേ പൊന്നു? ചിക്കൻ ആണോ? കുറച്ച് മതി മതി മതി. ഇതൊക്കെ സാലഡ്സ് വേണോ? അല്ല, ഇത് സാലഡ്, ചമ്മന്തി അല്ല, സാലഡ്. അത് ബ്രെഡ് വേണ്ടവര് കഴിച്ചോളൂ, നമുക്കതൊന്നും വേണ്ടല്ലോ. ഇവരിവിടുത്തെ രീതിയിൽ തിന്നോ, സ്റ്റോപ്പ് സ്റ്റിക്കും വെച്ചോണ്ടിരിക്കുക. ഇതെന്ത് പൊന്നു, ഇത് മതിയോ? കഴിക്കും. മോനോട്ട് ഇരുന്നേ, ഈ വെള്ളം മൊത്തം ദേഹത്തും. എന്ത് വാ ഇത്? കഴിച്ചോ. നമ്മുടെ നാട്ടിലെ സമയമല്ല ഫ്രണ്ട്സ്, ഇവിടത്തെ സമയത്തിന് വ്യത്യാസം ഉണ്ടല്ലോ. ഇനി സ്കൂളിൽ ഇറങ്ങണ്ട മോനോട്ട് കേട്ടോ. ഇപ്പൊ കടലിൽ ഇറങ്ങിയപ്പോ തന്നെ കണ്ണ് കണ്ട ചുമനായി ഇരിക്കുന്നു. നട്ടുച്ച വെയിലത്ത്. ചോറ് കുഴപ്പമില്ല മുത്തുമണി. ടേസ്റ്റ് കറിക്ക്. പിന്നെ ചോറ് നമ്മളെ കല്ല് പോലെ ഇരിക്കും. കുഴപ്പമില്ല, രുചിയുണ്ട്. കണ്ട മുത്തുമണി, കുഞ്ഞു 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 നെത്തോലി മീനുകൾ. അതൊന്നും കുഴപ്പമില്ല. നോക്ക്, ഒത്തിരി മീൻ മേലെ വരിക്കുന്നത്. അപ്പോൾ ഇതേ നമ്മൾ തേർഡ് സ്ഥലത്ത് എത്തിയിട്ടുണ്ട് മുത്തുമണീസ്. ഇതാണ് ഫൈനൽ പാർട്ട് കേട്ടോ, ഇന്നത്തെ മൂന്നാമത്തെ സ്ഥലം. ഇനി വേറെ ഇല്ല, ഇനി നമ്മൾ നേരെ ഹോട്ടലിലാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളും ഗെയിമും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ചെയ്യേണ്ടവർക്ക് അത് ചെയ്യാം. പിന്നെ സ്കൂബ ചെയ്യേണ്ടവരെ കൊണ്ട് നമ്മളെ ഇവിടെ ഇറക്കിയിട്ട് അവരെയും കൊണ്ടങ്ങ് പോകും കേട്ടോ. നമ്മൾ ലക്ഷദ്വീപിൽ പോയപ്പോൾ ചെയ്തതായതുകൊണ്ടിട്ടാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചത്. പിന്നെ അതുമല്ല, 2000 തായ് ബാത്താണ് കൊടുക്കേണ്ടത്. 2000 തായ് ബാത്ത് ആകുമ്പോൾ നമ്മുടെ നാട്ടിൽ 6000 രൂപയായി കേട്ടോ. 2, 4, 6 3 ഇരട്ടിയാണ്. നമ്മുടെ നാട്ടിലെ 3 ഇരട്ടിയാണ് ഇവിടെ പൈസയുടെ ഇത്. അപ്പോൾ അതുകൊണ്ട് ഞാനും വിചാരിച്ചു വേണ്ട. കാരണം അന്ന് നമ്മൾ ലക്ഷദ്വീപിൽ പോയി ചെയ്തതിൻ്റെ ഫോട്ടോസും വീഡിയോസും എല്ലാം ഉണ്ട്. ഒരു വട്ടം എക്സ്പീരിയൻസ് ചെയ്തതാണല്ലോ. പിന്നെ നമുക്ക് ഒരാൾക്കായിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കുഞ്ഞുങ്ങളെ നമ്മൾ നോക്കണം. അപ്പം നമുക്ക് 4 പേർ കൂടി ആകുമ്പോൾ ഒരുപാട് എമൗണ്ട് ആവും. പിന്നെ നമ്മൾ ഒരു വട്ടം ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതിനോട് വലിയ താല്പര്യവും കാണൂല. അതുകൊണ്ടാണ്. പിന്നെ ദേ ഇവിടെ വാട്ടർ മെലനും പിന്നെ പൈനാപ്പിളും ഒക്കെ തരുന്നുണ്ടായിരുന്നു. ഇഷ്ടം പോലെ വെള്ളം, കൊക്കക്കോള, ഫ്രൂട്ട്സൊക്കെ നമുക്ക് കറക്റ്റ് സമയത്ത് തരും കേട്ടോ. അതെന്തായാലും ഭയങ്കരമായിട്ടും ഇതാണ്. കാരണം നമ്മൾ ഓരോ സ്ഥലത്ത് ഇറങ്ങിയിട്ട് ഭയങ്കരമായിട്ട് ക്ഷീണം നമുക്ക് അനുഭവപ്പെടും. അപ്പം നമുക്കിങ്ങനെ കൂൾ ഡ്രിങ്ക്സും ഫ്രൂട്ട്സും ഒക്കെ തരുമ്പോൾ നമുക്ക് ഭയങ്കര എനർജിയാണ്. അല്ലെങ്കിൽ തളർന്നു. എല്ലാരും ഭയങ്കര ഉറക്കമായിരുന്നു. പക്ഷെ ആ ബോട്ട് അവിടെ കൊണ്ട് എന്റെ എല്ലാം അങ്ങനെ നനഞ്ഞു പോയി. ഇനി കയറുമ്പോൾ ഭയങ്കര ഇതായിരിക്കും കാറ്റ്. അത്തച്ചി മക്കൾ ഞാനില്ലാതെ ബൈക്കിൽ പോകുന്നു മുത്തുമണീസ്. അതുമല്ല 4 പേർക്കുള്ള പൈസ എടുത്തോണ്ട് വന്നില്ല. ഇന്നത്തെ നമ്മുടെ ഈ ചെലവായി തീർന്നു. കാരണം നമ്മൾ ഈ മാറിക്കൊണ്ട് വന്ന പൈസയില് നമ്മളിപ്പോ എല്ലായിടത്തും എൻട്രി ഫീസ് മാത്രമേ നമ്മൾ എടുത്ത ബുക്കിങ്ങിൽ കാണൂ. അകത്തുള്ള ഓരോ ചെലവുകളൊക്കെ നമ്മൾ തന്നെയാണ്. അണ്ണ എടുത്തോണ്ട പൈസയില് ഇനി നമ്മുടെ ഇവിടുത്തെ തായ് പൈസയില് ഒരു 1760 രൂപ ഉള്ളായിരുന്നു. അപ്പൊ ഇവിടെ നമുക്ക് 4 പേർക്കൂടെ പോണെങ്കിൽ 2000 രൂപയാണ്.
2400 തായ് ബാത്ത് വേണം. അപ്പം നമ്മുടെ ഈ 1750-60 തായ് ബാത്തേ ഉള്ളായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല. പൊന്നൂസിന് മോണ്ടന് ഭയങ്കര ആഗ്രഹം. അതുമല്ല അവരെ രണ്ടുപേരെയും എൻ്റെ കൂടെ ബൈക്ക് ഓടിച്ച് വിടാൻ ഈ കഷണ്ടി തലേന് പേടി. അങ്ങേറെ മക്കളെ ഞാൻ കൊണ്ട് കളയൂന്ന് നല്ല ഓരോട്. അപ്പം ഞാൻ പറഞ്ഞ എന്നാ വേണ്ട അണ്ണൻ തന്നെ പോ. പിന്നെ പൊന്നൂസിന് മോണ്ടന് വേണ്ടി ഞാനും മാറി കൊടുത്തു. എനിക്ക് ഈ വണ്ടി ഓടിക്കാനും പറ്റത്തില്ല, അതുകൊണ്ട് എനിക്കും പേടി. പിന്നെ അണ്ണനാകുമ്പോൾ അണ്ണ ഇത് ഓടിക്കും. നമ്മുടെ കൂടെ എൻ്റെ കൂടെ ആണെങ്കിൽ വേറൊരാളും വരും. കുഞ്ഞുങ്ങളെയും എല്ലാം രണ്ടുപേരെയും കൂടെ സേഫ് അല്ലല്ലോ. അപ്പോൾ അണ്ണ ഓടിക്കും, അവരുടെ കൂടി ഇരിക്കും. പിന്നെ പൊന്നൂസിനെ മോണ്ടനെ വലിയ ആഗ്രഹമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു അവരിരും 3 പേരും പോട്ടെ. അപ്പോൾ ഹാപ്പിയാണെന്നാണ്ട് ഞാനടിച്ച് നല്ല കറുത്ത് രണ്ടുപേരും കടലിൽ പോയി. എൻ്റെ ഇവിടെ എല്ലാം കുരുക്കളുമായി. ഈ സാധനത്തിൽ പോയാലും നമ്മൾ ബൈക്കിൽ പോയാലും ഒരേ റേറ്റ് ആണ്. സാധാരണ ചോദിക്കാൻ എനിക്ക് വിഷമം ഉണ്ടോന്ന്. വിഷമം ഇല്ലേടി, സന്തോഷമല്ലേ ഉള്ളു. കാരണം ഞാൻ പോകുന്നതിനേക്കാളും വിഷമം എനിക്ക്, സന്തോഷം എനിക്ക് ഇവര് പോകുന്നത്. ടാറ്റാ ഇങ്ങോട്ട് വാ, വണ്ടി ഓടിക്കാൻ അറിയാമോ? ഒരാൾ പോകും കേട്ടോ മുത്തുമണി. ആ സൈഡില് നിന്ന് ഡ്രൈവ് ചെയ്യാൻ ഇവരൊരാളുണ്ട് കേട്ടോ. അതെന്തായാലും കാര്യമായി. ഒരു 15 മിനിറ്റ് അങ്ങനെ കറങ്ങി വരും. അണ്ണേ ഞാനിങ്ങനെ കണ്ണും തട്ട് കാത്തു നിൽക്കുക ഫ്രണ്ട്സ്. 15 മിനിറ്റ് ആയിട്ട് കാണുന്നില്ല. അതാണ് ഇപ്പോഴാണ് ചെറിയൊരു ക്ലൂ കിട്ടിയത്. അതുകൊണ്ട് അപ്പച്ചിയും 2 പിഞ്ചു കുഞ്ഞുങ്ങളും. ഞാനായിരുന്നെങ്കിൽ എന്നെ ഇറുക്കി പിടിക്കത്തില്ല കേട്ടോ. അണ്ണനാണെങ്കിൽ അവരെ ഇറുക്കി പിടിച്ചോളും. എനിക്കിറങ്ങി ഇങ്ങനെ വരുമായിരിക്കും. ഇവിടെ ആണെങ്കിൽ തിര അടിച്ചിട്ട് മനുഷ്യൻ നിൽക്കാൻ പറ്റും. എങ്ങനെ ഉണ്ടായിരുന്നേ? പൊന്നൂസ് കരയുമായിരുന്നോ? അണ്ണ ഓടിച്ചായിരുന്നോ? പൊന്നൂന് എന്ത് പറ്റി, പേടിയായോ? വട്ടം ചുറ്റിയപ്പോഴോ? ഇനി ഇറക്ക്. അണ്ണനെ സ്വന്തമായിട്ട് ഓടിപ്പിച്ചോ? സ്പീഡിൽ പോകാൻ പറ്റിയില്ല. എനിക്ക് ഇവൻ പുറവിലും കൊണ്ട് ഇങ്ങോട്ട് ഇങ്ങനെ തെറിക്കുമ്പോഴേ വീഴാൻ പോകുന്ന പോലെ ഓടിക്കാൻ വീണു. എങ്ങനെ ഉണ്ടായിരുന്നു? പേടിച്ചോ? പക്ഷേ ആ ചേട്ടൻ സ്പീഡിൽ ഓടിച്ചില്ലയോ? വട്ടം ചുറ്റി ഞങ്ങളെ തല ഇറക്കിയെന്ന്. എന്തായാലും മുതലായില്ലയോ? കൊറേ ദൂരം പോയല്ലോ. ഞാൻ എത്ര നേരം നിങ്ങൾ പോയപ്പോ തൊട്ട് ഞാൻ ഇവിടെ നിൽക്കുക വീഡിയോ എടുക്കാൻ. ആണോ ഒത്തിരി സമയമായി. എന്തായാലും മുതലായല്ലോ. പിന്നെ എന്തിനാ പേടിക്കുന്ന? ഇതൊക്കെ ഇട്ടോണ്ടല്ലേ നമ്മള് പോയത്. അത്താക്ക് 4 പേരെ വെയിറ്റോടെ താങ്ങാൻ വയ്യാത്തോണ്ട് പേടിച്ചാ. ഓളം അടിക്കുമ്പോ അത്ത ഞങ്ങളെ കൊല്ലാതെ ഡ്രൈവറിന്റെ കൊടുത്താ. എന്തായാലും അടിപൊളിയായല്ലോ. വാ ആഗ്രഹം തീർന്നേ. നമ്മുടെ ഫോട്ടോ കൊള്ളാലോ അണ്ണേ. ഇതുകൊണ്ടണ്ണേ നമ്മുടെ ഫോട്ടോ. അതിനാ നമ്മള് പോകാൻ നേരെ ഫോട്ടോ എടുത്തത് കേട്ടോ. അണ്ണ 200 ബാത്ത്. എണ്ണ ഒന്ന് കാണിക്കേ. അല്ല നമ്മുടെ ഒരു ആഗ്രഹത്തിന് അവര് വെച്ച് 200 ബാത്തിന് നമ്മുടെ ആ ഫോട്ടോയും കിണ്ണി. നമുക്ക് നഷ്ടമല്ലേ? ആവശ്യത്തിൽ കൂടുതൽ ഫോട്ടോ അമ്മ ഫോണി എടുത്തിട്ടുണ്ട്. മതി മക്കളെ. ഭയങ്കര ബിസിനസ്സുകൾ എന്തെല്ലാം. 200 ബാത്ത് എന്ന് പറയുമ്പോ എത്ര ആയില്ലയോ? അപ്പൊ മുത്തുമണിയാണ് വണ്ടികള് നാട്ടിൽ 600 രൂപ. അപ്പൊ നമ്മുടെ വണ്ടികളൊക്കെ വന്ന് കിടപ്പുണ്ട്. ഇന്ന് ഒരുപാട് ഐലൻഡിൽ പോയി കേട്ടോ. ഞാൻ പിന്നെ പ്രത്യേകമായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ വീഡിയോ എടുത്തുള്ളൂ. എല്ലാം ഭയങ്കര
ഇതായി. ഇപ്പം പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം വീഡിയോ എടുത്ത് എല്ലായിടത്തും ഐലൻഡിൽ കാര്യങ്ങളൊക്കെ മിക്കതും സെയിം ആയിരിക്കുമല്ലോ. അപ്പം ഇനി നമുക്ക് റൂമിൽ പോയിട്ട് ഒന്ന് പൂളിൽ കുളിക്കാം. ഇനി അടുത്ത പരിപാടി. ഇവിടെ നിന്ന് 1 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. തിരിച്ചു വെച്ചാ നമ്മൾ വാങ്ങാൻ വേണ്ടിയാ. ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തു. വാ ഏതാണേ? ഈ വണ്ടിയിലാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. വേറെ വണ്ടിയിലാട്ടോ. അപ്പൊ അവര് പറഞ്ഞ് നമുക്ക് വണ്ടി ചേഞ്ച് ആയിട്ടുണ്ടെന്ന് നോക്കുമായിരുന്നു. അപ്പൊ ഇതിലാ നമ്മള് പോന്നെ. മോനുകുട്ട ഇങ്ങോട്ട് ഇരി പൊന്നെ. മോനുകുട്ട ഇങ്ങിതാ. ഒരുമിച്ചിരുന്ന സന്തോഷമായിട്ട് ഇരുന്നൂടെ? അല്ലെങ്കിൽ ഒരാൾ പുറകെ വരാണെങ്കിൽ ടെൻഷൻ ആയിരിക്കും നമുക്ക്. എന്തുവാ പുറകെ ഒറ്റയ്ക്കെന്ന്. ഇങ്ങനെ ഇരുന്നാ മതി. അത് നമുക്ക് പെട്ടെന്ന് ഇറങ്ങുകയും ചെയ്യാം. ഇനി ഇവിടുന്ന് എത്ര മണിക്കൂറുണ്ട്? ഏതാ സ്കൂളിൽ പോകുന്ന കാര്യം ഒന്ന് പറഞ്ഞേരെ. എനിക്കാണെങ്കിൽ മുഖം പോലും ശരിയായില്ല. പൂള് കാണിക്കമ്മ. പൂള് നമുക്ക് ഇവരുടെ ഒരു സന്തോഷമില്ല. അതുകൊണ്ട് വരുന്നു. ഈ മുടി ഇപ്പം നമ്മൾ വെച്ച് പിടിപ്പിച്ചത് കൊണ്ട് ഈ അണ്ണനെ അങ്ങനെ ഉപ്പുവെള്ളം ഒന്നും കൊണ്ടുവിടാം കേട്ടോ. പണ്ടത്തെ വീഗാലാൻഡിലൊക്കെ പോയപ്പോൾ വെച്ച തൊപ്പി ഞാൻ എടുത്തോണ്ട് വന്നായിരുന്നു. അതുകൊണ്ട് തൊപ്പി വെച്ചോണ്ട് ഇറങ്ങാൻ പോവാ. അതെ, എത്രയോ വേദന സഹിച്ചതാണ്. അതെ, ആൾക്കാരൊക്കെ ഇറങ്ങുന്നു. ഇപ്പൊ ഓക്കെ അങ്ങോട്ട് പോ. ബാബാ ഇവിടെ ലൈറ്റ് ഇല്ല അല്ലയോ? ഭയങ്കര ഇരുട്ട് പോലെ. മോനുണ്ടൻ മോനിസ് ഇവിടെ ഇറങ്ങിയോ? സെറ്റല്ലേ? സെറ്റില്ലേ? ഓക്കെ, ടാറ്റാ. അങ്ങ് പോവാ. അങ്ങ് അണ്ണേ ഞാനേ സാധാരണ അണ്ണൻ കേൾക്കുന്നില്ല. ഞാൻ ഫോണൊക്കെ റൂമിൽ കൊണ്ട് വെച്ചിട്ട് വരട്ടെ. ശരി അണ്ണ ഇറങ്ങിച്ചോ. ഞാൻ ഇറങ്ങുന്ന കൊണ്ട് എടുക്കാൻ. സാധാരണ ഇത് ഇറങ്ങിയിട്ട് വേണം പൊന്നൂസിനെ മണ്ടിന് ഇങ്ങോട്ട് ആക്കും കേട്ടോ. കാരണം അണ്ണ ഉണ്ടെങ്കിൽ അവർ ധൈര്യത്തിൽ ഇങ്ങോട്ട് വരും. കാരണം ഇവിടെ ആഴം കൂടുതലാണല്ലോ. നമ്മളിപ്പോൾ എവിടെ പോയാലും അങ്ങനെയാ. ഞാനിനി ഫോണൊക്കെ കൊണ്ട് മേളിൽ വയ്ക്കാൻ പോവാണ് മുത്തോണീസ്. അപ്പം ഇനിയിപ്പോൾ ഇവിടെ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ പുറത്ത് പോയി ഫുഡ് കുറച്ച് നടക്കാനൊക്കെ പോയിട്ടേ സ്ഥലമൊക്കെ കാണാമല്ലോ. എന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ വന്ന് കിടന്ന് ഉറങ്ങും. പിന്നെ ഇന്നലത്തെയും ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇനി നാളെ രാവിലെ 7 മണിക്ക് പിന്നെ എഴുന്നേൽക്കണം, പോകണം. 7:30 ആകുമ്പോൾ വണ്ടി വരും. അപ്പോൾ നാളത്തെ വിശേഷങ്ങളായിട്ട് നാളെ കാണാം കേട്ടോ മുത്തുമണീസ്. അപ്പോൾ എന്താ പറയുക, ഇന്ന് ഒരുപാട് എല്ലാ ഐലൻഡുകളായിരുന്നു. നാളെ എന്തൊക്കെയാണെന്നുള്ളത് നോക്കണം നമുക്ക് തന്ന ചാർട്ടിനകത്ത്. അപ്പം നാളത്തെ വിശേഷങ്ങളായിട്ട് നാളെ കാണാം കേട്ടോ. ലവ് യു ഉമ്മ.